നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള കുതിപ്പിൽ മറ്റൊരു നിർണായക ചുവടുവെപ്പായി കാവേരി 2.0 ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ പദ്ധതി പുതിയൊരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഭാരക്കുറവ്, ഉയർന്ന ത്രസ്റ്റ് പെർഫോമൻസ്, അത്യാധുനിക വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിൽ വലിയ മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. തേജസ് യുദ്ധവിമാനങ്ങളുടെ പുതിയ വകഭേദങ്ങളിലും ഭാവിയിൽ വരാനിരിക്കുന്ന അത്യാധുനിക മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA, ഘാതക് UAV എന്നിവയിലും ഈ എഞ്ചിൻ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയുടെ എയ്റോസ്പേസ് സ്വയം പര്യാപ്തതയിലേക്കുള്ള നിർണായക ചുവടുവെപ്പായി മാറുകയാണ്. യഥാർത്ഥ കാവേരി പ്രോഗ്രാമിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പഴയ കാവേരി എഞ്ചിന് തേജസ് ഫൈറ്ററിന് ആവശ്യമായ ത്രസ്റ്റും ഭാരവും കൈവരിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ പുതിയ കാവേരി 2.0യിൽ കൂടുതൽ മെച്ചപ്പെട്ട കംപ്രസർ, കമ്പഷൻ, ടർബൈൻ, ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ സാങ്കേതിക വിദ്യകളോടെയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ പവർ പ്ലാന്റുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും രാജ്യത്ത് ശക്തമായ ഒരു തദ്ദേശീയ എയ്റോസ്പേസ് പ്രൊപ്പൽഷൻ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയുമാണ് ഇതിൻ്റെ ദീർഘകാല ലക്ഷ്യം. ചരിത്രപരമായി നോക്കിയാൽ തേജസ് MK1, MK1A ഫൈറ്ററുകൾ അമേരിക്കയുടെ GE F404, F414 എഞ്ചിനുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ വിതരണത്തിലുണ്ടായ കാലതാമസം ഇറക്കുമതി ചെയ്ത ടർബോ ഫാനുകളെ ആശ്രയിക്കുന്നതിലെ തന്ത്രപരമായ അപകട സാധ്യതകൾ ബോധ്യപ്പെടുത്തി. ഈ പരിമിതികളെ മറികടക്കാനാണ് കാവേരി 2.0 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിദേശ എഞ്ചിനുകൾക്ക് തുല്യമായ ത്രസ്റ്റ് നൽകാനും അതേസമയം ഭാരം കുറയ്ക്കാനും മികച്ച വിശ്വാസ്യത നിലനിർത്താനും ഇതിന് സാധിക്കുന്നു. യഥാർത്ഥ എഞ്ചിൻ്റെ ഭാരം 1235 കിലോഗ്രാമിൽ നിന്ന് ഏകദേശം 1100 കിലോഗ്രാമായി കുറയ്ക്കുവാൻ എഞ്ചിനീയർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന പ്രോട്ടോടൈപ്പുകളിൽ ഇത് 1000 കിലോഗ്രാമിൽ താഴെയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മോഡുലാർ റീഡിസൈൻ, അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, കോമ്പോസിറ്റ് ഘടനകളുടെ ഉപയോഗം എന്നിവയിലൂടെയാണ് ഈ ഭാരക്കുറവ് സാധ്യമാക്കിയത്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനും ഘടനാപരമായ ഭാരം കുറയ്ക്കാനുമായി സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകളും പോളിമർ മാട്രിക്സ് കോമ്പോസിറ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാവേരി 2.0യുടെ പ്രകടന ലക്ഷ്യങ്ങളും വളരെ വലുതാണ്. ആഫ്റ്റർ ബർണറുകളോടുകൂടി 90 മുതൽ 100 കിലോ ന്യൂട്ടൺ വെറ്റ് ത്രസ്റ്റും 55 മുതൽ 59 കിലോ ന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും നൽകാൻ ഈ എഞ്ചിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പരിഷ്കരിച്ച തേജസ് വകഭേദങ്ങൾക്കും തേജസ് MK2നും ഏറെ അനുയോജ്യമാകുന്നു. ആദ്യ കാവേരി എഞ്ചിൻ നൽകിയിരുന്ന 41 കിലോ ന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും 72 കിലോ ന്യൂട്ടൺ വെറ്റ് ത്രസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയൊരു മുന്നേറ്റമാണ്. ഇൻ്റഗ്രേറ്റഡ് ബ്ലിസ്ക് കംപ്രസറുകൾ, ബോൾട്ട്ലെസ് ടർബൈൻ ബ്ലേഡ് സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട എയറോഡൈനാമിക്സ്, ആധുനിക ഡിജിറ്റൽ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നവീന മാറ്റങ്ങൾ എഞ്ചിൻ്റെ കാര്യക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ വികസന പ്രക്രിയകൾ വേഗത്തിലാക്കാൻ ഡിജിറ്റൽ ട്വിൻ മോഡലിങ്ങും പ്രൊഡക്റ്റീവ് ഫാക്ടറിംഗ് അനാലിസിസും ഉപയോഗിക്കുന്നുണ്ട്. ആഫ്റ്റർ ബർണർ പ്രവർത്തനം പ്രദർശിപ്പിക്കുക, തേജസ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡുമായി സംയോജിപ്പിക്കുക തുടങ്ങിയ ഘട്ടങ്ങളിലൂടെയാണ് ഈ പദ്ധതി പുരോഗമിക്കുന്നത്. പദ്ധതി വിജയം കണ്ടാൽ ഇന്ത്യയുടെ 5ാം തലമുറ AMCA യുദ്ധവിമാനങ്ങൾക്കും ഘാതക് UAVകൾക്കും കാവേരി 2.0 കരുത്തേകിയേക്കാം. കയറ്റുമതി നിയന്ത്രണങ്ങളിൽ നിന്നും ജിയോ പൊളിറ്റിക്കൽ തടസ്സങ്ങളിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമാക്കാൻ ഈ തദ്ദേശീയ എഞ്ചിന് സാധിക്കും. ഒപ്പം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയെ ശക്തിപ്പെടുത്താനും ടർബൈൻ നിർമ്മാണം, ഉയർന്ന താപനിലയിലുള്ള മെറ്റലർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കും. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലെ സാങ്കേതിക സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ഈ യാത്ര വരാനിരിക്കുന്ന തലമുറകൾക്ക് വലിയൊരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും എയ്റോസ്പേസ് വ്യവസായത്തിലും കാവേരി 2.0 ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ പദ്ധതി വരുത്തുന്ന മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷയ്ക്കും സാങ്കേതിക മുന്നേറ്റത്തിനും നിർണായകമാണ്. ഇതുവരെ തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾക്കായി അമേരിക്കൻ നിർമ്മിത എഞ്ചിനുകളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ വിതരണത്തിലെ കാലതാമസങ്ങളും ജിയോ പൊളിറ്റിക്കൽ തടസ്സങ്ങളും കാരണം വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. എന്നാൽ കാവേരി 2.0 പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ വ്യോമരംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. വിദേശ രാജ്യങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങളിൽ നിന്നും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടാൻ
ഈ തദ്ദേശീയ എഞ്ചിൻ ഇന്ത്യയെ സഹായിക്കും. തേജസ് യുദ്ധവിമാനങ്ങളുടെ പുതിയ വകഭേദങ്ങളിലും ഭാവിയിൽ പുറത്തിറങ്ങാൻ പോകുന്ന 5ാം തലമുറ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, ഘാതക് UAV എന്നിവയിലും ഈ തദ്ദേശീയ എഞ്ചിൻ ഉപയോഗിക്കുന്നത് വഴി രാജ്യത്തിൻ്റെ സൈനിക ശേഷി വർദ്ധിക്കും. ഭാരം കുറയ്ക്കൽ, ഉയർന്ന ത്രസ്റ്റ് പെർഫോമൻസ്, അത്യാധുനിക വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിൽ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൈവരിച്ച വലിയ മുന്നേറ്റങ്ങൾ ഈ പദ്ധതിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. വിദേശ എഞ്ചിനുകൾക്ക് തുല്യമായ കരുത്ത് നൽകാനും അതേസമയം മികച്ച വിശ്വാസ്യത നിലനിർത്താനും കഴിയുന്ന രീതിയിലാണ് കാവേരി 2.0 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി വിജയം കാണുന്നത് വഴി ഇന്ത്യയുടെ വ്യോമരംഗത്ത് വലിയൊരു വ്യാവസായിക ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെടും. ടർബൈൻ നിർമ്മാണം, ഉയർന്ന താപനിലയെ പ്രതിരോധിക്കുന്ന മെറ്റലർജി, പ്രിസിഷൻ മെഷീനിങ് തുടങ്ങിയ സങ്കീർണമായ എയ്റോസ്പേസ് സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ രാജ്യത്തിന് സാധിക്കും. ഡിജിറ്റൽ ട്വിൻ മോഡലിങ്ങും പ്രൊഡക്റ്റീവ് ഫാറ്റിംഗ് അനാലിസിസും ഉപയോഗിച്ച് വികസന പ്രക്രിയകൾ വേഗത്തിലാക്കുന്നത് ഇന്ത്യൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ചുരുക്കത്തിൽ കാവേരി 2.0 കേവലം ഒരു എഞ്ചിൻ നിർമ്മാണത്തിനുമപ്പുറം ആഗോളതലത്തിൽ അത്യാധുനിക യുദ്ധവിമാന എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ നിരയിലേക്ക് ഭാരതത്തെ ഉയർത്തുന്ന ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.